ആക്കുവാ നോക്കുവാ അച്ഛാ ഒരിക്കൽ നോക്ക് ഞാനിവിടെ വന്നിട്ട് വ്ലോഗ് എടുക്കുന്നുണ്ട്. അതൊരു 1.5 ആയിപ്പോയി. കേശു അച്ചാച്ചൻ്റെ അടുത്ത് പോയി നിന്നേ മോൻ എന്നിട്ട് പറയണേ ഹായ് ഗൈസ് ഇതെന്റെ അച്ചാച്ചനാണെന്ന് പറയണേ. ഒരു ഒരിക്കൽ പോടാ കഴിക്കുമ്പോളെയല്ല അച്ഛനെ എല്ലാരും കൂടി പോയ അച്ഛൻ മുടിഞ്ഞു അടിച്ചിട്ട് പോയത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്കൂളെല്ലാം അടച്ചപ്പോൾ നേരെ ഞാൻ നാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ഞാനും മക്കളും മാത്രമല്ല ഏട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ നമ്മളെ ബസ് സ്റ്റോപ്പിൽ ബസ് കയറ്റി വിട്ടിട്ട് ഏട്ടൻ പോയി. സാധാരണ നമ്മൾ കാർ എടുത്തിട്ടാണ് അങ്ങ് നീലേശ്വരം വരെ പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ മക്കളെയും കൂട്ടി ബസ്സിന് പോകാം. ബസ്സിന് പോവാത്ത കുറേ കാലമായി ഗൈസ്. അപ്പം ബസ്സിന് പോകാനുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ട് ഞാനും വിചാരിച്ചു ഏതായാലും ഇന്ന് ബസ്സിന് പോകാമെന്ന്. അപ്പം നമ്മൾ പോയത് പിന്നെ KSRTC ആയിരുന്നു. അപ്പോൾ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റി. അപ്പം നമ്മൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറിയത്. അപ്പം നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റി കേട്ടോ, ഒരു തിരക്കും ഇല്ല. പിന്നെ ഓരോ ബസ് സ്റ്റോപ്പും സ്റ്റാൻഡിലെത്തുമ്പോൾ ആൾക്കാർ കയറി തുടങ്ങി. അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ 3 പേരും മൂന്നാൾക്കും നല്ല വൃത്തിയിലിരുന്നിട്ട് പോകാൻ പറ്റിയിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കോ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷെ അങ്ങനെ തിരക്കൊന്നും ഇല്ല. അതുകൊണ്ട് നല്ല വൃത്തിയിൽ സീറ്റിലേക്ക് ഇരുന്ന്. അപ്പോൾ രണ്ടാൾക്കും കുറേ നേരം ഇരുന്ന് കഴിഞ്ഞേരം വിശപ്പ് വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് സ്നാക്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് സ്നാക്സ് അടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം ഇപ്പോൾ കുറേ സമയം ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ബോറടിക്കും. കാരണം ഏകദേശം ഒരു 2.5 മണിക്കൂർ ദൂരം ഉണ്ട് നീലേശ്വരത്തേക്ക് കണ്ണൂരിൽ നിന്ന്. അതുപോലെ തന്നെ കണ്ണൂരേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ കാറിലായതുകൊണ്ട് 1/4 മണിക്കൂർ കൊണ്ട് എത്തിയ ശേഷം നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി എന്നിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം വാങ്ങി ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാ ഓട്ടോയിലാണ്. നീലേശ്വരത്ത് നിന്ന് ഓട്ടോ ആക്കിയാൽ ഏകദേശം ഒരു 5 മുതൽ 8 മിനിറ്റിനുള്ളിൽ നമുക്ക് വീട്ടിലെത്താം. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറിയ ശേഷം ഞാൻ എടുത്ത വീട്ടിലേക്കുള്ള വഴി ഞാനൊന്ന് വെറുതെ എടുത്തതാണ് ക്യാമറയിൽ. അപ്പോൾ ഇതാ ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് 2 പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ സിസ്റ്ററിൻ്റെ മോനും തോന്നും. അപ്പം രണ്ടാളും കാത്തിരുന്നിട്ടുണ്ടായിനി നമ്മൾ എത്തുന്നത് നോക്കിയിട്ട്. നടന്നോ കേക്ക് ഇത് പിന്നെ ഇതിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണോ, എന്നിട്ട് തിന്നണം. പ്ലം മുറിക്കല്ല, അപ്പൊ വീഡിയോ എടുക്കണം. അപ്പോൾ ഇതാണ് വീട് കേട്ടോ. അപ്പം ഞാനൊരു ദിവസം അതിൻ്റെ ഹോം ടൂറൊക്കെ ഞാൻ ചെയ്യാം. അപ്പം വീട്ടിലേക്ക് എത്തുമ്പം കയറുമ്പോൾ തന്നെ അമ്മമ്മേനെ കണ്ടു. ഇത് അമ്മമ്മയാണ്. അപ്പോൾ അമ്മയുണ്ട്. അപ്പോൾ ഇതാ പിന്നെ കിലോന്നുള്ളത് നമ്മൾ വീട്ടിലെത്തി ചായയെല്ലാം കുടിച്ചു. ഇപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് അമ്മയും അനിയത്തിയും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ഞാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇനി ഉച്ചക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കണം. ഇപ്പോൾ സമയം 2 മണിയെല്ലാം കഴിഞ്ഞു. അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛൻ മേലെയുണ്ട്. അപ്പം മേലെ പിന്നെ ഒരാൾ പണിയെടുക്കുന്നുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ ഒരു മാമനാണ്. അപ്പോൾ പിന്നെ അവർക്കും ഫുഡ് കൊടുക്കണം. അപ്പം ഞാൻ വന്നിട്ട് മാറ്റിയിട്ടൊന്നുമില്ല, ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഏതായാലും വൈകുന്നേരം പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് മാറ്റാമെന്ന് വിചാരിച്ചു. അല്ലേ ചുട്ടാ, എന്താ പറഞ്ഞേട്ടെ ചുട്ടാ? അപ്പോൾ ഇവിടെ 2 തകർത്ത് കളിയാണ്. വേറെ ആരുമല്ല, കാശിയും തോണും അനിയത്തിൻ്റെ കുട്ടിയാട്ടോ. ഞാനിപ്പം 2 കുരുത്തം കെട്ട പിള്ളേരെ കാണിച്ചു തരാം. വീണു പോലെ
അപ്പോൾ മൂന്നാളും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന തിരക്കിലാട്ടോ. ഉച്ചയൂണല്ല, വന്ന പാടുള്ള വീഡിയോ ആണ്. അപ്പോൾ രണ്ടാളും രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, ഇനി വരുന്ന തിരക്കിൽ. അപ്പോൾ അമ്മ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയും കറിയെല്ലാം കൂട്ടി മൂന്നാളും നല്ല വൃത്തിയിൽ കാർട്ടൂണും കണ്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കേക്കുള്ള പരിപാടികളാണ് ചെയ്യാനുള്ളത്. അപ്പം ചോറും കറിയെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ടായി. പിന്നെ ഞാൻ വന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്തു, പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ വിചാരിച്ചു ഏതായാലും ഇന്ന് വന്നതല്ലേ, അപ്പോൾ ഇവിടെ ഒരു ദിവസം പോലെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ മൂന്നാളിരുന്ന് നല്ലോണം അടിക്കുന്നുണ്ട്. അപ്പോൾ വരുമ്പം കൊണ്ടുവന്ന സ്നാക്സ് എല്ലാം അതിൻ്റെ ഇടയിൽ കുറേയെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ അമ്മമ്മ വന്ന് കയറിയ പാടുള്ള സംഭവമാണ് ചെരുപ്പെല്ലാം കഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം സാമ്പാറുണ്ട്, പച്ചടിയുണ്ട്, വറവുണ്ട്, മീൻ കറിയുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, അതുപോലെ പിന്നെ ഒരാൾക്ക് ഞാനിടുന്ന വന്ന പാടെ ദോശ വാരി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഉച്ചക്കേക്കുള്ള സ്പെഷ്യൽ എന്ന് പറയാൻ ഇതാ അനിയത്തീൻ്റെ വക മീൻ കറി ഉണ്ട്. അപ്പോൾ അവൾ മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കറിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ പണിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു മാമനായിട്ട് വരും. അപ്പോൾ മാമൻ സ്വാമി ആയതുകൊണ്ട് തന്നെ അത് വേറെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അനിയത്തിയും കുക്കിങ്ങിലാണ്, ഞാനത് നോക്കുവാണ് കാശി അങ്ങനെ. അപ്പം ഇനി ഉച്ചക്കേക്കുള്ള പരിപാടികളാണ്. അപ്പം മീൻകറിയായി, ചോറായി, കറിയായി, വറവായി അമ്മ നോക്കുന്നുണ്ട്. പിന്നെ പറയല്ലേ ഇതാട്ടോ അമ്മ, അതനിയത്തി. അപ്പൊ ഇതാ അമ്മേന്റെ പൊന്നേടി ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരാള് വെയിലത്തിരിക്കല്ലോ, എണീറ്റേ ആടുന്നണീക്ക് വെയിൽ കൊള്ളല്ലേ നോനെന്താ പണിയെടുക്കുന്നേ? അപ്പൊ ഇതാ കേശുട്ടാ. അപ്പൊ ഞാൻ രണ്ടാളെ കാണിച്ചു തരാം. ഒറ്റം കേട്ട ചെക്കന്റെ പണി കണ്ട, ഷൂ എല്ലാം കഴുകി വെളുപ്പിക്കുന്നുണ്ട് ഗൈസ്. അതാ അമ്മ എന്നെ കാണിക്കൂ. അതാ ഒരാളിതാ ഷൂ അലക്കല്ലിട്ടിട്ട് ആ ഷൂ വെളുപ്പിക്കുന്നേ. വന്നതിന് ശേഷം വെള്ളത്തിൽ നിന്നില്ല കളിയാണ് ഗൈസ്. അടുത്ത ആള് പോകുന്നുണ്ട് വെള്ളത്തിൽ കളിക്കാൻ. വേണ്ടടാ. അപ്പം മൂന്നാളും കൂടിയിട്ട് വെള്ളത്തിലുള്ള കളിയാണ്. അപ്പോൾ ഷൂവിൻ്റെ ലേസ് കഴിച്ചിട്ട് അത് നല്ലോണം കഴുകിയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടെ ചെറിയ ആളെയൊന്നും കൂട്ടുന്നില്ല, രണ്ടാളും കൂടിയാൽ പിന്നെ അവനെ കൂട്ടില്ല. മൂന്നാളും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നല്ല അടിപൊളി ഭയങ്കര സ്നേഹം, ആദ്യം നല്ല ഭയങ്കര സ്നേഹമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് മൂന്നാള് ടോം ആൻഡ് ജെറിയാണ്. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇല കഴുകുന്നുണ്ട് ഒരാള്. മോനെ മതിയാക്ക്. എടാ അത് കഴുകിട്ട് വെയിലത്ത് വെക്കടാ. മതി, അത്രയും വെളുക്കൂട്ടി. അപ്പൊ നമ്മൾ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാന്ന് കേട്ടോ. വലിയ വലിയ ആൾക്കാരെല്ലാം കസേരന്റെ മേലെ ഇരിക്കും. വലിയ വലിയ ആൾക്കാരെല്ലാം കസേരന്റെ മേലെ ഇരിക്കുന്നു. ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. ചെറുതെ വേണ്ട, നീ പോകും. അമ്മമ്മ എടുത്തു. അപ്പൊ നമ്മളെല്ലാരും വൈകുന്നേരം ചെറിയൊരു ചായ കുടി. അമ്മമ്മ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിൽ ആ കേക്ക് മൊത്തം തീർക്കും. അപ്പോൾ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിന്, പ്ലം കേക്ക്. അപ്പോൾ അത് കട്ട് ചെയ്യുക ചെയ്യുന്നത്.
അപ്പം ഞാൻ രണ്ടും വാങ്ങിയിട്ടുണ്ടായിന്. ഗ്രീൻ കേക്കും വാങ്ങിയിട്ടുണ്ടായിന്, പ്ലം കേക്കും വാങ്ങിയിട്ടുണ്ടായിന്. ഞാൻ ഗ്രീൻ കേക്ക് കൊണ്ടുവന്ന പാടെ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൽ വെച്ചു സെറ്റ് ആവാൻ. അതിന് ശേഷം പ്ലം എടുത്തു. കുട്ടികൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ പ്ലം കേക്ക് എടുത്ത് അത് കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ പീസ് കൊടുത്തു. അപ്പം ക്രിസ്മസ് ആയിട്ട് കേക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്താ ആഘോഷം അല്ലേ. അപ്പം സാധാരണ ഞാൻ അധികം കേക്ക് ഉണ്ടാക്കലാണ്. അപ്പോൾ ഇപ്രാവശ്യം കേക്ക് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വരുമ്പം തന്നെ രണ്ടും കേക്ക് കയ്യോടെ വാങ്ങി. അപ്പോൾ എല്ലാവരും വൈകുന്നേരം ഇരുന്നിട്ട് കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷാട്ടോ മനസ്സിന്. കേക്ക് കട്ട് ചെയ്തതും തീർന്നതും ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ കുട്ടികൾക്കെല്ലാം കേക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലം കേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തികഞ്ഞിട്ടില്ല. പിന്നെ ക്രീം കേക്ക് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് നാളെ കട്ട് ചെയ്യാന്ന്. അപ്പോൾ ഇത് വൈകുന്നേരത്തെ മൂന്നാളും കുളിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അച്ചാച്ചനും മക്കളും കൂടിയിട്ട് എവിടെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ അത് കാണാനുള്ള യാത്രയിലാണ് കേട്ടോ. യാത്രയിലല്ല, റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി ഞാനും അമ്മയും അനിയത്തി വിന്യാന്നാണ് പേര്, നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ സൊറ പറയുന്നു. അപ്പം ഇത് കുറേ ആയി വെക്കേഷനൊന്നും വന്ന് നിൽക്കാത്തത്. ലാസ്റ്റ് വന്നത് നമ്മുടെ ജൂണിൽ നമ്മുടെ ഓണത്തിന് 10 ദിവസം കൂട്ടിയിട്ടില്ലേ, അന്നേരം വന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ അച്ഛൻ്റെ കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അച്ചാച്ചനും മക്കളും കൂടി രാത്രി തെണ്ടാൻ വേണ്ടി പോകാനുള്ള റെഡി ആയിട്ട് കുട്ടപ്പന്മാരായി രണ്ടും നിന്നിട്ടുണ്ട്. അല്ല എൻ്റെ മോൻ പോണ്ടാട്ടെ, തണുപ്പ് പിടിക്കൂലേ കുട്ടിക്ക്? അല്ല മോനെ, ഈ 2 വേന്ദ്രന്മാരെ മാത്രം കൂട്ടിയാൽ മതി. കാശി മുടി വാരി ഇതോണ് മുടിയെല്ലാം മാറി നല്ല സെറ്റായിന്. മോനെ അച്ഛൻ മുടി വാരിയിട്ടില്ലെങ്കിൽ കൂട്ടണ്ട കേട്ടാ. മുടി വാരിയില്ലെങ്കിൽ കൂട്ടണ്ടേ അച്ഛാ. മോനല്ല കുട്ടപ്പന. എന്റെ മോൻ പോണ്ട, ഇപ്പൊ മഞ്ഞല്ലേ. മോൻ പോണ്ട, ഏട്ടനും തോണു പോട്ടെ. അവിടെ പോലീസെല്ലാം ഉണ്ടാവും. ആ അതന്നെ നാളെ കുഞ്ഞിനെ കൂട്ടുമ്പോ ആള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആര് കൊണ്ടച്ചിന് നാളെ ഞാൻ കുഞ്ഞിനെ കൂടി പോകും പാലായി ഒറ്റക്ക്. ഒരാട്ടൊരു കുഞ്ഞ് വണ്ടിയിൽ വേണ്ട. ഒരു അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ദിവസമാട്ടോ ഇത്. ഞാൻ ഇവിടെ വീട്ടിലെത്തിയതിന് ശേഷമുള്ള വീഡിയോ. അപ്പോൾ ഇനി വീട്ടിലെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇപ്പോൾ രാത്രിയായി, ഇനിയിപ്പോൾ നമ്മൾ ഇരുന്ന് കുറച്ച് സമയം വർത്താനം പറയട്ടെ. താങ്ക്